മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് ഡോക്ടർ എം.കെ. മുനീർ. കഴിഞ്ഞ കുറച്ചു നാളുകളായി മുനീറിന്റെ അഭാവം ലീഗിനെ തളർത്തിയിരുന്നു എന്നത് സത്യമാണ്. രോഗശയ്യയിലായിരുന്നു മുനീർ. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആരോഗ്യം തളർത്തിയ ശരീരവുമായി കഴിഞ്ഞ എം.കെ. മുനീർ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. മാസായി തന്നെയാണ് മുനീർ കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗും UDF-ഉം സജ്ജമായി കഴിഞ്ഞു. മുനീറിന്റെ അഭാവം തിരിച്ചടിയായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് മുനീർ തിരിച്ചു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിനും UDF-നും ശക്തമായ ഊർജ്ജമാകാൻ കരുത്തുള്ള നേതാവ് മുനീർ. വരുന്ന വരവിന് കേരള പോലീസിന് കണക്കിന് കൊടുത്താണ് മുനീർ സാഹിബ് സജീവമാകുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരവേദിയിലാണ് മുനീർ സാഹിബ് എത്തിയത്. കേരളത്തിലെ പോലീസിന് ശമ്പളം നൽകുന്നത് ഫ്രഷ് കട്ടിന്റെ ഓഫീസിൽ നിന്നല്ലെന്നും ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണെന്നും എം.കെ. മുനീർ പറയുന്നുണ്ട്. മര്യാദക്ക് ജോലി ചെയ്താൽ കൊള്ളാം, ഇല്ലാത്ത പക്ഷം ഞങ്ങളും മര്യാദ മറക്കുമെന്നാണ് ഡോക്ടർ എം.കെ. മുനീർ പറയുന്നത്. നൂറുകണക്കിന് പോലീസുകാർ നോക്കി നിൽക്കെ അവരുടെ മധ്യത്തിൽ നിന്നാണ് മുനീർ വെല്ലുവിളി നടത്തിയത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫ്രഷ് കട്ട് മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിലെ DIG മുതൽ DSP മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഫ്രഷ് കട്ടിന്റെ സംരക്ഷകരായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ശമ്പളത്തിന്റെ തൊട്ട് തരുന്നത് ഫ്രഷ് കട്ടിന്റെ കമ്പനിയല്ല, ഞങ്ങൾ നികുതി പണമാണ് എന്ന് നോക്കുക. അതുകൊണ്ട് മര്യാദയ്ക്കാണ് പോലീസെങ്കിൽ ഞങ്ങളും മര്യാദയ്ക്കാണ്. പോലീസ് ജനങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷമായി എന്തെങ്കിലും സംഘർഷം അവിടെയുള്ള ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ പോലീസിനെ കയ്യേറിയ കേസിൽ സ്ത്രീകളുടെ പേരും കുട്ടികളുടെ പേരും സ്ത്രീകളും കുട്ടികളും ഒരുമിച്ച് പോലീസിനെ നേരിട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മൂഢരായവരല്ല ഈ കേരളത്തിലുള്ളത്. ഞങ്ങൾ എത്ര പ്രാവശ്യം കളക്ടർ മുന്നിൽ പോയി, കഴിഞ്ഞ ആഴ്ചയും കളക്ടർ മുന്നിൽ പോയി. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീടുകൾ കയറി റെയ്ഡ് ചെയ്യരുത്, പാവപ്പെട്ട സ്ത്രീകളൊക്കെ മാത്രം ഉള്ള വീടുകളിൽ വാതിലിന് തട്ടിമുട്ടി ജനലിലൂടെ ടോർച്ചടിച്ചു നോക്കുന്ന കള്ളന്മാരായി പോലീസുകാർ മാറരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് നിർത്തിവെക്കും എന്ന് കളക്ടർ ഉറപ്പ് തന്നതിൻ്റെ പിറ്റേ ദിവസം ആ റെയ്ഡ് തുടരുകയാണ്. കളക്ടർ പോലും ഞങ്ങളെ വാക്കിന് വിലക്കെടുക്കുന്നില്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ കളക്ടർ പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറല്ല. കാരണം പോലീസിനും മുകളിലുള്ളവർ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇപ്പോൾ രാജേഷ് എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞിട്ടുള്ളത് എല്ലാ അനുമതിയുമുള്ള ഒരു സ്ഥാപനമാണിത് എന്നാണ്. അവർക്ക് പൊല്യൂഷൻ്റെ കടലാസുണ്ട്, അവർക്ക് ബാക്കിയുള്ള ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് നടത്തുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കളക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട് എത്ര ടണ്ണ് വരെ അവിടെ സൂക്ഷിക്കാം എന്ന്. എത്ര ടൺ വരെ കോഴി മാലിന്യം അവിടെ സൂക്ഷിക്കാം? 25 ടണ്ണാണ്. എന്നാൽ ഇവർ സൂക്ഷിക്കുന്നത് 100 ടണ്ണിൽ അധികമാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന കരാറും അത്ഭുതമാണ്. കേരളത്തിൽ ഇതുള്ള കാലത്തോളം കോഴിക്കോട് ജില്ലയിൽ വേറൊരു പ്ലാന്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് കരാറുണ്ട്.
ഇവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളും മാലിന്യം ഈ കമ്പനിക്ക് മാത്രം കൊടുക്കണം എന്ന് കരാറുണ്ട്. ഈ കോഴി പാർട്സ് കൊടുക്കുമ്പോൾ കോഴിക്കടകൾ ഈ കമ്പനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണം. ഇത് ഏത് രാജ്യമാണ്?